ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ജാങ്കോയിൽ ടെംപ്ലേറ്റ്സ് എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് കണ്ട് HTML ഉണ്ടായിരുന്ന ഒരു എറർ സോൾവ് ചെയ്ത്. ഓക്കെ, നിങ്ങളിപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് വരുന്നതെങ്കിൽ ഇത് നമ്മൾ ഈ ജാങ്കോ ട്യൂട്ടോറിയൽ ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഈ വീഡിയോസ് ഈ പ്ലേലിസ്റ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ആ ഒരു ഓർഡറിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമുക്കിനി നമ്മുടെ പ്രോജക്റ്റിലോട്ട് വരാം. ടെർമിനൽ ഓപ്പൺ വിത്ത് കോഡ്. ഓക്കെ, നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ TextUtils വെബ്സൈറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങുവാണ്. അപ്പോൾ ജസ്റ്റ് ഈ TextUtils വെബ്സൈറ്റ് എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് notes.txt. നമ്മൾ TextUtils വെബ്സൈറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്, അതിനെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യണം. അതിലിപ്പോൾ നമ്മൾ ഒരുപാട് പങ്ക്ച്വേഷൻസ് ഒക്കെ ഉള്ളൊരു ടെക്സ്റ്റ് ആയിട്ടെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ഇത് ഈ പങ്ക്ച്വേഷൻസ് ഒക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ഈ വെബ്സൈറ്റിലോട്ട് ഇട്ട് കൊടുത്ത് അത് ബാക്ക് എൻഡിൽ പോയി അനലൈസ് ചെയ്യും. എന്നിട്ട് അനലൈസ് ചെയ്തിട്ട് ഈ പങ്ക്ച്വേഷനൊക്കെ ഡിലീറ്റ് ചെയ്ത് പങ്ക്ച്വേഷൻ ഒന്നും ഇല്ലാത്തൊരു ടെക്സ്റ്റ് പാസ് ചെയ്യും, നമുക്ക് റിട്ടേൺ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവാൻ ചിലപ്പോൾ പാട് ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നു, അത് ബാക്ക് എൻഡിലോട്ട് പോയി അനലൈസ് ചെയ്യുന്നു. നമുക്കിപ്പം ഇതിനകത്തുനിന്ന് ഈ പങ്ക്ച്വേഷൻസ് ആണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക് എൻഡിൽ പോയി അതിനെ അനലൈസ് ചെയ്യും. എന്നിട്ട് അതിലുള്ള പങ്ക്ച്വേഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് തരും. അത്രയും മനസ്സിലായാൽ മതി. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഹോം പേജ് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ടൈറ്റിൽ എഴുതാം, TextUtils വെബ്സൈറ്റ്. ഇവിടെ നമുക്കിപ്പോൾ വേണ്ട എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡാറ്റ, നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റിയൊരു ഇൻപുട്ട് ബോക്സ് വേണം. പിന്നെ ആ ഫോം ഒന്ന് സബ്മിറ്റ് ചെയ്യണം. ആ ഒരു ഫോം മാത്രം നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് നമുക്കിവിടെ ഒരു ടൈറ്റിൽ എഴുതാം, H1 ടൈറ്റിൽ എഴുതാം, TextUtils വെബ്സൈറ്റ്. എന്നിട്ട് നമുക്കിവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ഫോമിനകത്ത് നമുക്ക് ആദ്യം ഒരു ഇൻപുട്ട് ബോക്സ് വെക്കാം. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഏരിയ വെക്കാം, ഇല്ലെങ്കിൽ ടെക്സ്റ്റ് ഏരിയ വെച്ചു. ഓക്കെ, നമ്മളിനി ജസ്റ്റ് നമ്മുടെ സെർവർ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ടെർമിനൽ എടുത്തിട്ട് cd TextUtils python manage.py run server. നമ്മുടെ സെർവർ ഇപ്പോൾ റൺ ആവും. നമ്മുടെ സെർവർ റൺ ആയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു ഇൻപുട്ട് ബോക്സ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക. ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട വിഡ്ത്തിലും ഹൈറ്റിലും അതിനൊന്ന് കസ്റ്റമൈസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇൻസ്പെക്റ്റിൽ വന്നിട്ട് ആ ടെക്സ്റ്റ് ഏരിയയുടെ സൈഡിൽ 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ആസ് HTML സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. നമ്മുടെ HTML ഫയലിൽ കൊണ്ടുവന്ന് അതിനെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അതിനൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വേണ്ട ആ സൈസിൽ തന്നെ ഡിഫോൾട്ടായിട്ട് വന്ന് കിടക്കും. ഓക്കെ, നമുക്കിനിയും വേണ്ടത് ഒരു സബ്മിറ്റ് ബട്ടൺ ആണ്. നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ സബ്മിറ്റ്. അങ്ങനെ ഒരു സബ്മിറ്റ് ബട്ടൺ ടൈപ്പ് സബ്മിറ്റ് കൊടുക്കണം, അത് മറക്കല്ല്. അടുത്തത് വേണ്ടത് നമുക്ക് പങ്ക്ച്വേഷൻസ് റിമൂവ് ചെയ്യണമെന്ന് ഒരു ചെക്ക് ബട്ടൺ ആണ് വേണ്ടത്, ചെക്ക് ബോക്സ്. അതിനകത്ത് നമുക്ക് അതിനൊരു ലേബൽ കൊടുക്കാം, റിമൂവ് പങ്ക്ച്വേഷൻ. ഓക്കെ, ഇവിടെ ഒരു BR ടാഗ് കൊടുത്ത് അതിനെ താഴോട്ട് കൊണ്ടുവരാം. BR. നമ്മൾ ബട്ടൻ്റെ ഇവിടെ സബ്മിറ്റ് എന്ന് പേര് കൊടുക്കാം, സബ്മിറ്റ്. ഓക്കെ, ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ഇടുക, ടെക്സ്റ്റ് ദിസ് ഈസ് മീ. എന്നിട്ട് ഇവിടെ കുറച്ച്
പങ്ക്ച്വേഷൻസ് കൊടുക്കുകയാണ്. നമ്മളിവിടെ റിമൂവ് പങ്ക്ച്വേഷൻ എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ പങ്ക്ച്വേഷൻസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ദിസ് ഈസ് മീ എന്ന് പറഞ്ഞ് കാണിക്കണം. ഇതാണ് നമ്മുടെ ഈ ബേസിക് വെബ്സൈറ്റ്. നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് നമ്മുടെ ഡേറ്റ എങ്ങനെ ഫെച്ച് ചെയ്യും, എന്നിട്ട് അതിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.